ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കന്ദർ അപ്പമാണ്. ഇത് ചെട്ടിനാട് ഭാഗത്ത് മാരേജസിന് അതേപോലെ കാർത്തിക ദീപം ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യണ ഒരു സ്വീറ്റ് ഡിഷാണ്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണത്. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സോക്കിംഗ് ടൈം മാത്രമേ ഇതിന് വേണ്ടൂ. എല്ലാവരും ഈ റെസിപ്പി ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മെഷർമെൻറ്റ്സ് കൃത്യമായിരിക്കണം ഈ റെസിപ്പിക്ക്. ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ അരി ഇടാം. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർ ചെയ്യണേ ആ കപ്പിനനുസരിച്ചാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അതിനുശേഷം നന്നായിട്ടിങ്ങനെ വടിച്ചെടുക്കുക. എന്നിട്ട് ഉഴുന്ന് അതിന് മുകളിലോട്ടായിട്ട് ഇടുക. കുമ്പാരം പോലെ ഇടണം, അല്ലെങ്കിൽ ഒരു പിടി ഉഴുന്ന് അതിന് മുകളിലോട്ടായിട്ട് ഇടണം. അത് അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഈ റെസിപ്പിയുടെ മെഷർമെൻറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അപ്പം കറക്റ്റായിട്ട് വരില്ല. ഞാനിവിടെ അരി, ഉഴുന്ന്, കടലപ്പരിപ്പ്, ഉലുവ 2 മണിക്കൂറിന് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അരച്ചെടുക്കണം. അത് മിക്സി ജാറിൽ കുറച്ചായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാതെ വേണം അത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്തു. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച വെല്ലം ചേർക്കാം. പിന്നെ തേങ്ങ ചേർക്കാം, ഏലക്കപ്പൊടി, കുറച്ച് ഉപ്പ്, എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഈ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ അപ്പത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. ഒരു സൈഡ് ആയാൽ മറു സൈഡ് മറിച്ചിടുക. ഇങ്ങനെ ഓരോന്നായിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്തെടുക്കാൻ. രണ്ട് ഭാഗത്ത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. ഇതേപോലെ ഒന്നും കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇട്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ചെറിയ വട്ടത്തിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വട്ടത്തിലോ ഇഷ്ടമുള്ള പോലെ ഒഴിക്കാം. ഇങ്ങനെ നമ്മൾ ആ മാവിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ലെയേഴ്സായിട്ട് ഉള്ളിൽ കിടക്കുള്ളൂ. അങ്ങനെ നമ്മുടെ കന്ദർ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഓൾ.